لله الذي معز من أطاع ومذل من أصاع الصلاة والسلام على رسوله المصطفى وعلى آله وأصحابه المجتبى ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ എല്ലാ ആഴ്ചയിലും വൈകുന്നേരങ്ങളിൽ കൂടിയിരിക്കുന്നത് പോലെ ഈ ഒരു ഞായറാഴ്ച ദിവസവും നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഈ ഒരു സ്ഥാപനത്തിൽ ഇതിനോടുള്ള ഇഷ്ടവും അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യവുമാണ് നമ്മളിതിൽ കാണിക്കുന്ന ഈ സജീവത. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിനെ ഉപയോഗപ്പെടുത്തുന്നതെങ്കിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഖുർആൻ ക്ലാസ്സിലായാലും ഹദീസിൻ്റെ ക്ലാസ്സുകളിലായാലും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരാണ്. അള്ളാഹു നമ്മുടെ സൽപ്രവർത്തികൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വാനലോകത്തേക്ക് കയറിപ്പോകുന്ന നമ്മുടെ അമലുകളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ വാനലോകത്തേക്ക് കയറിപ്പോകുന്ന അമലുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച ഞായറാഴ്ച നമ്മൾ ഇരുന്നപ്പോഴും നമ്മൾ സംസാരിച്ചത് മേലേക്ക് കയറിപ്പോകുന്ന വിഷയമാണ്, മിഅ്റാജ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാനലോകത്തേക്കുള്ള യാത്രയെ സംബന്ധിച്ചായിരുന്നു. അതിൽ നബി കണ്ട കാഴ്ചകളെ നമ്മൾ വിശദീകരിച്ചു. അതിലെ നബി വചനങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂർച്ചയും അതിൻ്റെ ശക്തിയുമൊക്കെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഇന്നും വാനലോകത്തെ സംസാരമാകുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് എപ്പോഴും ആകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നറിയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ്. ഈ ആകാശങ്ങൾക്കും അപ്പുറം അവൻ്റെ അർശിൽ അവന് ഉതകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനയും വാനലോകത്തേക്ക് വേറെ പ്രതീക്ഷയോടുകൂടി ഉയർത്തിവിടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആകാശങ്ങളെയും ഭൂമിയെയും സംബന്ധിച്ച് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മിപ്പിക്കുന്ന, ശ്രദ്ധ നൽകുന്ന സംസാരങ്ങളാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരേപോലത്തെ രണ്ടായത് വീണ്ടും വീണ്ടും ഞാനത് ഓതി. അതിൻ്റെ പ്രത്യേകത ഒരേപോലെ സൂറത്ത് സബയിലും അതുപോലെ തന്നെ മറ്റൊരു സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോയ റബ്ബിൻ്റെ ഒരു വാചകം, വലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും, ആകാശങ്ങളിൽ വാനലോകങ്ങളിലും ഭൂമിയിലുമൊക്കെ ഒരു അണുമണി തൂക്കം പോലും അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമാകുന്നില്ല. പടച്ച റബ്ബിനെ അറിയുന്ന, പടച്ച റബ്ബ് നിയന്ത്രിക്കുന്ന, പടച്ച റബ്ബ് നിരീക്ഷിക്കുന്ന തരത്തിൽ ഏതൊരണുവും അവിടെ റബ്ബിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നില്ല. വകഫാ ബില്ലാഹി ഹസീബ. അതിനെ ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. അതിനെ കണക്ക് നോക്കുന്നവൻ അല്ലേ, അത് അള്ളാഹുവാൻ. അതേപോലെ തന്നെ ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ ഒന്നും തന്നെ ഒരു ദർറത്ത് എന്നുള്ള വാക്ക് നമുക്കറിയാം. വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുത്തൂക്കം, ഒരു ഉറുമ്പിൻ്റെ നേർത്ത കാലിനോളം പോന്ന അമലുകളാണെങ്കിൽ പോലും വല അസ്ഗർ മിൻ ദാലിക് വല അക്ബർ, വലുതാവട്ടെ ചെറുതാവട്ടെ റബ്ബിൻ്റെ അരികിൽ രേഖപ്പെടുത്തപ്പെടുന്നുവെന്നാണ്. അപ്പോൾ അതൊരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും സംബന്ധിച്ചുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടി, ഗൗരവത്തിന് വേണ്ടി റബ്ബ് ഉണർത്തുന്ന വാക്കാൻ. ഇതൊക്കെ റബ്ബിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തപ്പെടുന്നു. നല്ലത് ചെയ്താലും തിന്മകൾ ചെയ്താലും ജീവിതത്തിലെ നന്മകളും തിന്മകളും റബ്ബിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നുവെന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞു അത്രേ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും,
ഇതാ ഈ കാണുന്നത് മുഴുവൻ നിങ്ങളുടെ അമലുകളാണ്, നിങ്ങൾ ചെയ്തു വച്ച പ്രവർത്തികളാണ്. ഞാൻ അതിനെ നിങ്ങൾക്ക് കൃത്യപ്പെടുത്തി, ഞാൻ അതിനെ ക്ലിപ്തപ്പെടുത്തി, കൃത്യമായിട്ട് അതിനെ രേഖപ്പെടുത്തി. സുമ്മ ഉവഫീക്കും ഇയ്യാഹ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനങ്ങോട്ട് പൂർത്തിയാക്കിയിട്ട് അതിനുള്ള വഫാ ഞാൻ എന്ത് ചെയ്യുന്നു, നിർവഹിക്കുന്നു. ഫമൻ വജദ ഖൈറ, ആരെങ്കിലും തൻ്റെ അമലുകളിൽ നന്മകളെ കണ്ടുവോ, ഫല്യഹ്മദില്ലാ, അൽഹംദുലില്ലാ എന്ന് അവൻ പറയട്ടെ. ചെയ്ത അമലുകളിൽ നന്മകളെ കാണാൻ കഴിഞ്ഞവൻ സൗഭാഗ്യവാനാൻ. റബ്ബിൻ്റെ മുമ്പിൽ ഈ വിചാരണക്ക് വരുന്ന സമയത്ത് അത് ആരെങ്കിലും കണ്ടോ, ഖൈറ് കണ്ടോ, ഒമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, ആര് നന്മ കണ്ടോ, അള്ളാഹു പറഞ്ഞു ഫല്യഹ്മദില്ലാ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, റബ്ബ് പറഞ്ഞത്രേ വമൻ വജദ ഗൈറ ദാലിക്, കുറേ ആൾക്കാർക്ക് നന്മ മാത്രമല്ല അവിടെ തിന്മകളും കാണാം. അന്നേരം ആരെങ്കിലും ഈ നന്മയല്ലാത്തതിനെ കണ്ടുവോ, ഖൈറല്ലാത്തതിനെ ആരെങ്കിലും കണ്ടുവോ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തട്ടെ, അവൻ അവനെ തന്നെ ആക്ഷേപിക്കട്ടെ, റബ്ബിനെ കുറ്റപ്പെടുത്തണ്ട. വലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരു തരി പടച്ച റബ്ബ് അവൻ്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനല്ല. രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മളോട് കാണിക്കുന്ന ദ്രോഹമല്ല, നേരെ മറിച്ച് മനുഷ്യരുടെ അമലുകൾ നന്നാവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച അവൻ്റെ ചില നടപടിക്രമങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആയത്തുകളും ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വെച്ച ഈ ഒരൊറ്റ ഹദീസ്, ഇതുപോലെ ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും കാണാം അള്ളാഹുവിൻ്റെ അരികിൽ നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന എന്തിനാൻ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിൻ്റെ അരികിലേക്ക് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നു അല്ലേ. മരണത്തിന് മുമ്പേ നമ്മുടെ റൂഹ് ഈ ദുനിയാവിൽ നിന്ന് വാനലോകത്തേക്ക് പോകുന്നതിന് മുമ്പേ, ഇല്ലിയൂനിലോ സിജ്ജീനിലോ ഒരു മനുഷ്യൻ്റെ റൂഹിനെ രേഖപ്പെടുത്തുന്നതിന് മുമ്പേ അവൻ്റെ അമലുകളെ റബ്ബിൻ്റെ അരികിൽ രേഖപ്പെടുത്തപ്പെടുന്നുവെന്നാണ്. നമ്മളൊക്കെ ആലോചിക്കേണ്ട നമ്മുടെ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വരുന്നു പോകുന്ന ദുഷ്പ്രവർത്തികളിലെ ജാഗ്രതയെ സംബന്ധിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് മനപ്പാഠമായ സൂറത്ത് യാസീനിൽ ഒരായത്ത് റബ്ബ് പറയുന്നു, വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. മനുഷ്യരുടെ എല്ലാ അമലുകളും അവരുടെ എല്ലാ അടയാളങ്ങളും അവർ വിട്ടേച്ചു പോകുന്നതൊക്കെയും കൃത്യമായൊരു രേഖയിൽ റബ്ബ് രേഖപ്പെടുത്തുന്നുവെന്നാണ്. റബ്ബ് അതിന് ചില നടപടികൾ ഇങ്ങനെ സ്വീകരിച്ച് അതിന് ചില മലക്കുകളുണ്ട്, അല്ലെ, എഴുതി വെക്കുന്ന മലക്കുകളുണ്ട്, ഏടുകളുണ്ട്. റബ്ബിൻ്റെ അരികിൽ അത് അത് തുറന്നു വെക്കുന്ന ദിവസങ്ങളുണ്ട്. അതിൽ വിധി നടപ്പാക്കുന്ന ഒരു നാളും റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തൂക്കി നോക്കുന്ന മീസാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അഖ്ദിയായ വിശ്വാസപരമായ ഒരു മുഅ്മിൻ ഉൾക്കൊള്ളേണ്ട അവൻ്റെ പ്രഥമ വിവരങ്ങളാണ്. ഇസ്ലാമികമായ പ്രാഥമിക റബ്ബിൻ്റെ സംസാരങ്ങളാണ്, വർത്തമാനങ്ങളാണ്. കാരണം ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ടത് വിശ്വാസ കാര്യങ്ങൾക്കാണ്, ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില സൂക്ഷിപ്പുകാരുണ്ട്. നമ്മുടെ കാര്യങ്ങളെ എഴുതി രേഖപ്പെടുത്തുന്ന ചില മലക്കുകളെ സംബന്ധിച്ചാണ്. കിറാമൻ കാത്തിബീൻ, റബ്ബ് പറയുന്നു മാന്യന്മാരായ എഴുത്തുകാരെന്ന്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവരെന്ത് ചെയ്യുന്നു, അറിയുന്നു എന്നാണ്. അവരതിനെ കൊത്തി രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ്. നമ്മൾ മിറാജിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ ദിവസം. അത് നമ്മൾ പറഞ്ഞല്ലോ, മൂസാ നബിൻ്റെ അവിടെ നിന്നും ഉയർന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. റസൂലുള്ള പറയാൻ, ഉരിജ്തു അലാ മുസ്തവ സ്വരീഫൽ അഖ്ലാം, അലാ സ്വരീഫിൽ അഖ്ലാം, മനുഷ്യരുടെ കർമ്മങ്ങൾ അതല്ലെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് രേഖപ്പെടുത്തി വെക്കുന്ന വിധികൾ എഴുതി വെക്കുന്ന പേനകളുടെ ശബ്ദം ഞാൻ അവിടെ വെച്ച് കേട്ടുവെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അഥവാ ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന മലക്കുകളുണ്ട് എന്ന് ഇവിടെ ഹദീസിൽ കാണാം. തിക്കും തിരക്കും കൂട്ടാണ് ചില മലക്കുകൾ എഴുതാനുള്ള, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനം എഴുതി വെക്കാൻ ചില മലക്കുകൾ ആവേശം കാണിക്കുന്നു, അവർ മത്സരിക്കുന്നു. അതേതാ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ പിന്നിൽ നമസ്കരിക്കാൻ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ സഹാബി പറഞ്ഞു, നമ്മളെല്ലാം റബ്ബന വലക്കൽ ഹംദ് എന്നാൻ ദുആ ചെയ്യുക. അവിടെ ആ സഹാബി പ്രാർത്ഥിച്ചു, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്നിങ്ങനെ പറഞ്ഞു എന്നാ. നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തിരിഞ്ഞു വെച്ചു, മനിൽ ഖാഇൽ, അല്ലെങ്കിൽ മനിൽ മുതക്കല്ലിം, ആരാണ് ആ വാക്ക് പറഞ്ഞവൻ? ആ വാക്ക് പറഞ്ഞവൻ ആരാ? ആ സഹാബി പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞു. ഞാനാന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, മലക്കൾ 30 മലക്കുകൾ അതിനെ രേഖപ്പെടുത്താൻ തിരക്ക് കൂട്ടുന്നതായി ഞാൻ അറിഞ്ഞുവെന്നാൻ.
മനുഷ്യരുടെ സൽപ്രവർത്തികൾക്ക് വേണ്ടി മലക്കുകളുടെ ആവേശവും മലക്കുകൾ കാണിക്കുന്ന അവരുടെ ഒരു പ്രവർത്തനവും ഒരു പരിശ്രമവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ മലക്കുകളാണ് എന്ത് ചെയ്യുന്നത്? ഇതിനും കൊണ്ട് കയറിപ്പോകുന്നത്. മലക്കുകളാണ് അതിനെ രേഖപ്പെടുത്തുന്നത്. റബ്ബിൻ്റെ മുമ്പിൽ റബ്ബ് നിശ്ചയിച്ച ചില രീതികൾ അങ്ങനെയാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് തരും അല്ലേ? ഇഖ്റ കിതാബക്, നീ നിന്റെ കിതാബ് വായിച്ചോ. ഇഖ്റ കിതാബക്, അവർ രേഖപ്പെടുത്തി വെച്ച നിന്റെ ഗ്രന്ഥത്തെ നീ വായിച്ചോ. അത് ഖുർആനോ തൗറാത്തോ ഇഞ്ചീലോ അല്ല, നമ്മൾ ചെയ്ത പ്രവർത്തികളാണ്. അതിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും, ദുഷ്പ്രവർത്തികൾ ഉണ്ടാവും. റബ്ബ് പറയും നീ അത് വായിക്ക്. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിനക്ക് നീ മതി അതിൻ്റെ ചില കാര്യങ്ങൾ മുഴുവൻ ക്ലിപ്തപ്പെടുത്തുന്നവനായി, അതിനെ കണക്ക് കൂട്ടുന്നവനായി. നിനക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുമെന്നാണ്. നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശപ്രകാരം, അവൻ്റെ ഇതിന് പ്രകാരം ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിമിഷം മുതൽ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നിമിഷം മുതൽ, അതിനെന്താ പറയാ? നുഷൂർ എന്നല്ലേ? ഉയർത്തെഴുന്നേൽപ്പിന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുഷൂർ. എന്താ നുഷൂർ? നശറ എന്നുള്ള വാക്ക് നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പാൻ. റബ്ബ് നമ്മളെന്ത് ചെയ്യും? വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അവരിലേക്കുള്ള മടക്കം എന്നുള്ള അർത്ഥത്തിൽ അതിനെ വിശദീകരിക്കാറുണ്ട്. ഈ നശറ എന്നുള്ളതിൻ്റെ വാക്ക് മനുഷ്യനെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതോടൊപ്പം തന്നെ വനുഷിറ അസ്സുഹുഫ്, അവൻ്റെ ഏടുകൾ അല്ലേ, അസ്സുഹുൽ മൻഷൂറ, അവൻ്റെ ഏടുകളും എന്ത് ചെയ്യുന്നു? അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇദൽ നിവർത്തുമെന്നാണ്. അതിനെങ്ങനെ ശരിക്കും നശറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പബ്ലിഷ് ചെയ്യാന്ന് അർത്ഥമുണ്ട്. അന്നാഷിർ, ഒരു കാര്യം ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യണ ഇങ്ങനെ പറയാറുണ്ട്, അന്നാഷിർ, പബ്ലിഷർ എന്നാണ് അർത്ഥം. റബ്ബ് നാളെ പബ്ലിഷ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളെ റബ്ബിൻ്റെ മുമ്പിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഇദൽ നിവർത്തി വെക്കുന്നൊരു ദിവസം ഉണ്ടാകുമെന്നാണ്. അഥവാ അങ്ങനെ ഒരു ഏടുണ്ട് എന്നും സൽപ്രവർത്തികളും ദുഷ്പ്രവർത്തികളും റബ്ബിൻ്റെ മുമ്പിൽ തൂക്കപ്പെടുമെന്നും ലമീസാൻ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. തുർഫ വ തുൻഖഫിദ്, അല്ലേ? ഉയരുന്ന താഴുന്ന രണ്ട് കിഫകളുള്ള തുലാസ്, അമലുകളെ തൂക്കുന്ന തുലാസിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചതാണ്. അപ്പം ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ച ചില നടപടികളാണ്. ആ റബ്ബിൻ്റെ ചില രീതികളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശഅബാൻ മാസത്തിൽ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഹദീസുകൾ അതും തന്നെയാണ്. വർഷത്തിലൊരിക്കൽ മനുഷ്യരുടെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു, അഥവാ മലക്കുകൾ അതും കൊണ്ടുപോകുന്നു എന്നാണ്. റബ്ബിൻ്റെ അടുത്തിൽ അതിനെ രേഖപ്പെടുത്തി വെക്കുന്നു. അത് ഒരിക്കലും മാത്രമുള്ളൂ അല്ല. അമലുകൾ ഉയർത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകൾ പരിശോധിച്ചാൽ 3 രീതിയിലാണ് നമ്മുടെ ഈ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? പരിശോധിക്കുന്നത്. 3 രീതിയിൽ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാ ദിവസവും നമ്മളെ അമലുകൾ എന്ത് ചെയ്യുന്നു? ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കേട്ട ഹദീസ് അവിടെ വായിക്കുക. അതിൽ നന്മയുണ്ടോ അവനെന്ത് ചെയ്യുക? അള്ളാഹിനെ സ്തുതിക്കുക. ഒരു ദിവസം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ സ്തുതിക്കുക, തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ അമലുകളെ പരിശോധിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസ് വളരെ വിശദീകരിക്കപ്പെടേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലുൻ നഹാർ ഖബ്ല അമലിൻ നഹാർ. പകലിലെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? രാവുകളുടെ അമലുകൾ ഉയർത്തപ്പെടും. അഥവാ പകല് വരുന്നതിന് മുന്നേ രാവിൻ്റെ അമലുകൾ എന്ത് ചെയ്യും? പകലിൻ്റെ ഏറ്റവും പുലരിയിൽ അള്ളാഹുവിൻ്റെ അരികിൽ എന്ത് ചെയ്യും? അവിടെ ഉയർത്തപ്പെടും, റബ്ബിൻ്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടും. ഇനി പകലുകളിലോ അത് ഖബ്ല, റസൂലുള്ളാഹി പറഞ്ഞു ഖബ്ല അമലിൽ ലൈൽ, രാത്രിയുടെ അമലുകൾക്ക് മുന്നിൽ പകലുകളുടെ അമലുകളും റബ്ബിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? ഉയർത്തപ്പെടുന്നു. എല്ലാ ദിവസവും അമലുകൾ ഉയർത്തപ്പെടുന്നു. മലക്കുകൾ നമ്മുടെ അമലുകളുമായി റബ്ബിൻ്റെ അരികിലേക്ക് എന്ത് ചെയ്യുന്നു? കയറിപ്പോകുന്നുവെന്നാണ് ആ ഹദീസുകളെ വിശദീകരിക്കുന്ന മുഹദ്ദിസുകൾ അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഓരോ ദിവസവും ആ ഹദീസ് ഇങ്ങനെ ശരിക്ക് ആ ഹദീസിന് വലിയ വിശദീകരണം ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ആ ഒരു ഭാഗം മാത്രമല്ല, അള്ളാഹു അപ്പോഴാണ് പറയുന്നത് എന്ത് ചെയ്യുന്നത്? എന്നെ കാണാൻ ഒരു അടിമയുടെ കണ്ണിനും സാധ്യമാവുകയില്ല, എൻ്റെ നൂറിനെ അവൻക്ക് കാണാമെന്നും പറഞ്ഞു. പക്ഷേ എന്നെ കാണുകയാണെങ്കിൽ എൻ്റെ ജലാൽ, എൻ്റെ തിരുമുഖത്തിൻ്റെ പ്രകാശം ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളെയും കരിച്ചു കളയുമെന്നും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ആ ഹദീസ് വിശദീകരിച്ചപ്പോഴാണ്. നമ്മളെ അമലുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞ ആ ഹദീസുകൾ വിശദീകരിക്കുമ്പോഴാണ്. അഥവാ 3 രീതിയിൽ പറഞ്ഞു. ഒന്ന് നമ്മൾ പറഞ്ഞു, എല്ലാ ദിവസവും നമ്മൾ അമലുകൾ
ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. രാത്രിയുള്ളത് പകലിന് മുന്നേ, പകലുള്ളത് രാവിന് മുന്നേ. ഇനി ആഴ്ചയിൽ ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. രണ്ടാമത്തെ രീതി അതാണ്. റസൂലുള്ളാഹി പറഞ്ഞു എല്ലാ ആഴ്ചയിലും ഒരു ഹദീസിൽ ഇങ്ങനെ തന്നെ കാണാം, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമുഅ, എല്ലാ ജുമുഅ ദിവസത്തിലും ജനങ്ങളുടെ അമലുകൾ റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. കോടാനുകോടി മനുഷ്യന്മാരുണ്ട്, എത്ര ആളുകളുണ്ട്. ഇതൊക്കെ എല്ലാ ആഴ്ചയിലും നടക്കുക. നമ്മളെ നാട്ടിൽ നമ്മളെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന 100 ആൾക്കാർക്ക് രേഖപ്പെടുത്താൻ തന്നെ എത്ര പ്രയാസമുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യരുടേതും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് അതിന് വച്ച റബ്ബിൻ്റെ ചില ആ ഒരു നടപടികളുടെ അല്ലെ, റബ്ബിൻ്റെ കഴിവിനെ, റബ്ബിൻ്റെ വലിപ്പത്തെ, അള്ളാഹു ഹഫീളാൻ, അള്ളാഹു ഹഷീബാൻ, അള്ളാഹു റഖീബാൻ, ഈ 3 റബ്ബിൻ്റെ വിശേഷണം, 3 റബ്ബിൻ്റെ വിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ വായിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ വിശേഷണ റബ്ബിൻ്റെ നാമങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മനഃപ്പാഠമാക്കിയവൻ സ്വർഗത്തിലാണ്. അള്ളാഹിൻ്റെ നാമങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചാൽ പോരാ, ആ നാമങ്ങളുടെ ആഴം തിരിപ്പം. അൽ ഹഫീൽ എന്നറിയുമ്പോൾ അല്ലേ, എല്ലാം സൂക്ഷിച്ചു വെക്കുന്നവനാണ്. അതാണ് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത്, ലാ യഅ്സുബു അൻ മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു അണുമണി റബ്ബിനെ തൊട്ടെന്തല്ല, അശ്രദ്ധയിലല്ല. അല്ലാഹ് ഹഫീളാണ് എന്ന് പറയുമ്പോൾ ആ റബ്ബിന്റെ ഇസ്മിന്റെ മഹത്വം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അവൻ സ്വർഗത്തിലെത്തുന്നാൻ. അതേപോലെ തന്നെ അല്ലാഹ് ഹസീബാൻ, അൽ ഹസീബ്, ഇതിനെ മുഴുവൻ രേഖപ്പെടുത്തി വെച്ച് അതിൽ വിചാരണ ചെയ്യുന്നവൻ, വിചാരണ നടത്തുന്നവൻ. മാത്രമല്ല റഖീബ്, ഓരോ മനുഷ്യനെയും റബ്ബ് സുബ്ഹാനഹു വ തആല വീക്ഷിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് എന്ന ബോധം ഉണ്ടാവും. നമ്മൾ അമലിങ്ങനെ മേലേക്ക് കയറിപ്പോകുന്ന പറയുമ്പോൾ റബ്ബ് അറിയുന്നുണ്ടല്ലോ എന്ന ചിന്ത ഉണ്ടാവും. ഇതിൻ്റെ കൂടെ വേറൊരു ഇസ്മും കൂടി അള്ളാഹിൻ്റെ അശ്ശഹീദ് അല്ലേ, അള്ളാഹ് ഷഹീദാണ്. എന്താ അള്ളാഹ് അശ്ശഹീദ് എന്ന് പറഞ്ഞാൽ നമ്മളെ അമലുകൾക്ക് അള്ളാഹ് സാക്ഷിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹ് സാക്ഷിയാണ്. അപ്പോൾ ഓരോ ദിവസവും മനുഷ്യന്റെ വിചാരം അതാണ്, ഓരോ ആഴ്ചയും മനുഷ്യന്റെ വിചാരം അതാണ്. ആഴ്ചയിലും ദിവസങ്ങളിൽ മാത്രമല്ല, പിന്നെ വർഷത്തിലൊരിക്കലെല്ലാം ഉയർത്തപ്പെടുമെന്നാണ്. അതാണ് ശഅബാൻ. നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്ന മാസം അതാണ്. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം അല്ലേ, പ്രായം കുറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തിന്റെ നേതാവായി നിശ്ചയിച്ചിരുന്നു. 13-ാം വയസ്സിൽ ഒരു ബറ്റാലിയന്റെ ക്യാപ്റ്റനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ റബ്ബ് നാമം പറഞ്ഞ സെയ്ദിന്റെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയോട് ചോദിക്കുക, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്താ കണ്ടത്? അദ്ദേഹം പറയാൻ, എല്ലാ മാസവും വർഷത്തിലെ റമദാനിൽ മാത്രമാണ് നബിയെ അങ്ങ് മുഴുവനായിട്ടൊരു മാസം മുഴുവൻ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടത്. ശഅബാനിൽ എന്താ എത്ര നോമ്പ് നോൽക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസം ശഅബാനിലാണ്. ഉസാമത്ത് ബിൻ സെയ്ദിനോട് റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് അല്ലേ, ശഅബാൻ മാസത്തിൽ എൻ്റെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു. എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ആ ദിവസം ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ കാണിച്ചിരുന്ന നോമ്പിനോടുണ്ടായിരുന്ന നമ്മുടെ താല്പര്യത്തെ വിശദീകരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി പറഞ്ഞു, ശഅബാനിൽ ജനങ്ങൾ അശ്രദ്ധരാൻ. കാരണം ശഅബാന്റെ തൊട്ടു മുമ്പ് റജബ് മാസം, പവിത്രമാക്കപ്പെട്ട മാസം. എല്ലാവരും സൂക്ഷ്മത ഉണ്ടാവും, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സൂക്ഷ്മത കാണിക്കുന്ന മാസമാണ് റജബ്. അത് കഴിഞ്ഞിട്ട് ശഅബാൻ കഴിഞ്ഞാൽ റമദാനിലും ആൾക്കാർക്ക് ഭയങ്കര സൂക്ഷ്മതയാണ്. റമദാനിൽ ആളുകൾ അമലുകൾ കൊണ്ട് സജീവനാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കാണുന്ന ശഅബാനിൽ യതഗാഫലുന്നാസ്, ജനങ്ങൾ അശ്രദ്ധരാകുന്നു. റസൂലുള്ളാഹി പറയാൻ, ആ അശ്രദ്ധമാകുന്ന മാസത്തിലാണ് അമലുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഒരു വർഷത്തിലുള്ളത് മുഴുവൻ. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഡെയിലി അസസ്മെന്റ് നടക്കാറുണ്ട് അല്ലെ, റിപ്പോർട്ട്. എന്തിനാ റിപ്പോർട്ട് നമ്മൾ ചെയ്യണത്? നമ്മുടെ ആ വർക്ക് അത്രക്കും പെർഫെക്റ്റായി നടക്കാനല്ലേ. ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് പോണതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഏറ്റവും ടോപ്പായിരിക്കും. നമ്മളൊരു വർഷത്തിൻ്റെ ഒരു വർഷത്തെ ഒരു കലണ്ടർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ വർഷത്തിലെ കലണ്ടർ, ആ ഇയർലി കലണ്ടറിനനുസരിച്ച് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ കമ്പനിയിൽ നമ്മൾ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളിൽ അതിനെ വെക്കുമ്പോൾ, എന്നിട്ട് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ആ കമ്പനി ഏറ്റവും നല്ല ലെവലിലേക്ക് എത്തും, ഏറ്റവും ഹൈലി പ്രോഫിറ്റിലേക്ക് അതെത്തും. അവരുടെ ഉദ്ദേശം മുഴുവൻ കൃത്യമായി അവർക്ക് നിർവഹിക്കാൻ സാധിക്കും. അതിനെ പരിശോധിക്കാൻ ആളും കൂടി ഉണ്ടെങ്കിൽ ദിവസവും അല്ലെ, ഡെയിലി റിപ്പോർട്ട് എടുക്കുന്ന കമ്പനികളുണ്ട്, ആഴ്ചയിൽ റിപ്പോർട്ട് എടുക്കുന്നില്ല, വീക്കിലി റിപ്പോർട്ട് എടുക്കുന്ന കമ്പനികളുണ്ട്.
ഏത് കമ്പനികൾ മാത്രമാക്കണ്ട, ഏത് ഇനി വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു രീതിയെ നടപ്പാക്കണം. എന്തിനാണ്? അവരുടെ ഓപ്പറേഷൻസ് മുഴുവൻ വളരെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ അമല് പെർഫെക്റ്റ് ആവണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. ആധുനികരായ വിദ്യാഭ്യാസ വിചക്ഷണരും വലിയ വലിയ ചിന്തകന്മാരും വലിയ വലിയ എല്ലാ സ്കിൽഡ് ഓഫീസർമാരും ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ കാര്യത്തെ വിശദീകരിച്ചു. ദിവസവും രാവും പകലും മനുഷ്യൻ്റെ അമലുകൾ അവൻ തൂക്കി നോക്കട്ടെ, അവൻ പരിശോധിക്കട്ടെ. നല്ലതിനെ കണ്ടാൽ അവൻ റബ്ബിനെ സ്തുതിക്കട്ടെ, തിന്മകൾ കണ്ടാൽ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ അവനെ തന്നെ പഠിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നാൽ അത് ആഴ്ചകളിൽ റസൂലുള്ളാഹി പറഞ്ഞു എല്ലാ വ്യാഴാഴ്ചകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം റസൂലുള്ളാഹി വിശദീകരിച്ചു. കാരണം എന്താ? അന്ന് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നു. അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദുകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലക്ക് ഉണ്ടായിത്തീരാൻ, നല്ല സൽപ്രവർത്തികൾ ഉണ്ടായിത്തീരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് ഈ രീതികളെന്ന് പ്രിയപ്പെട്ടവർ ഈ ആയത്തുകളും ഹദീസുകളും ഹ്രസ്വമായി ഒന്ന് പരിശോധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന റസൂലനാ യക്തുമൂന മാ തംകുറൂൻ ബലാ വറസുലുനാ ലദൈഹിം യക്തുബൂൻ ഇന്നമാ നഅദ്ദു ലഹും അദ്ദാ വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ അഹ്സാഹു അല്ലാഹു വനസൂഹു വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതിർ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എത്ര ആയത്തുകളാ! സൂറത്ത് കഹ്ഫിലായത്തോതി, സൂറത്ത് ഖമറിലായത്തോതി, സൂറത്ത് ഖമറിലെ തന്നെ മറ്റൊരായത്തോതി, സൂറത്ത് മറിയമിലായത്തോതി, സൂറത്ത് യൂനസിലായത്തോതി. ഇതൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലും മുറിച്ച് വെച്ച് റബ്ബ് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ വരുന്ന സൂക്ഷ്മതയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാം, ഓരോ നല്ല ചെയ്യണമെങ്കിൽ ആ നന്മയെ രേഖപ്പെടുത്താൻ മലക്കുകൾ തിക്കും തിരക്കും കൂട്ടുന്നു. തിന്മകളാണെങ്കിൽ അവർ പോലും അതിനെ വെറുക്കുന്നു. മോശപ്പെട്ട മനുഷ്യനെ ആകാശത്തേക്ക് ഇങ്ങനെ അവൻ്റെ റൂഹും കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ മുഴുവൻ അവനെ പഴിക്കുമെന്നാണ്, അയാൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൽപ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരങ്ങൾ അഖിലവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ റബ്ബിൻ്റെ മുമ്പിൽ നാളെ മീസാന് മുഴുവൻ റബ്ബിൻ്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുമ്പോൾ അതിൽ സൽപ്രവർത്തികളിൽ സൗഭാഗ്യമടയാൻ, അതിൽ സൽപ്രവർത്തികളിൽ സന്തോഷഭരിതരാവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വിശദീകരിച്ചു വരുന്ന കാര്യവും അത് തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇതൊക്കെ രേഖപ്പെടുത്തുന്നു. നേരത്തെ മിഅ്റാജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അങ്ങ് ഉയർത്തിയപ്പോൾ നബി കേട്ടത് സ്വരീഫൽ അഖ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പേനകളുടെ ചലിക്കുന്ന ശബ്ദം. അപ്പോൾ ചലിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേനകൾ ചലിക്കുന്ന ശബ്ദം ആ ഹദീസിനെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അഥവാ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഖലാഇനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഭൂമിയിൽ നടക്കാനുള്ള ഖലാഇനെ റബ്ബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ആയത്ത് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നബി ആ കേട്ടതോ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ആ ഖലാഇനെ രേഖപ്പെടുത്തുന്നതായി അല്ലേ ഒരു കലം, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ കലമിനെ സൃഷ്ടിച്ചപ്പോൾ, ഖലാഇനെ വിധികളെ എഴുതി വെക്കുന്ന ഖദറിനെ രേഖപ്പെടുത്തുന്ന കലമിനെ സൃഷ്ടിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉക്തുബ്, നീ എഴുത്. കലമ് പറഞ്ഞത്രേ മാദ അക്തുബ്, ഞാൻ എന്തെഴുതും? അപ്പോഴാണ് പറഞ്ഞത് റബ്ബിൻ്റെ ഖദറുകളെ, റബ്ബിൻ്റെ ഖലാഇകളെ. ഇതെപ്പോഴാണ്? ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 50,000 സന 50,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഈ മിഅ്റാജിൽ നബി കേട്ടു എന്ന് പറയുന്നത് എന്താ? ഇത് വൈരുദ്ധ്യമാണോ? ഒരിക്കലും വൈരുദ്ധ്യമല്ല. അവിടെയാണ് പണ്ഡിതന്മാർ ഇതിനെങ്ങനെ വിശദീകരിച്ചത്. അഥവാ നബി കേട്ടു എന്ന് പറഞ്ഞത് മലക്കുകൾ എഴുതി വെക്കുന്ന പ്രവർത്തനങ്ങളെയാണ്, മലക്കുകൾ എഴുതി വെക്കുന്ന ആ പേനകളുടെ ശബ്ദങ്ങളെയാണ്, മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത്തരം വിഷയങ്ങളെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോവുക. അപ്പോൾ അമലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ ഉള്ള ദിവസങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ പോലെയാണോ? പണ്ട് കാലത്തെ ആളുകൾ ജീവിക്കുന്നത് പോലെ അല്ല. ഇന്നിങ്ങനെ നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ കടന്നു പോകും. ഇപ്പോൾ റമദാൻ ഇങ്ങാണ്ട് വന്നു, കഴിഞ്ഞ് പോയ റമദാനെ പറ്റി നമ്മൾ അത്ഭുതപ്പെട്ട, റമദാൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അടുത്ത റമദാൻ ഇവിടെ ആയി.
അല്ലേ? 10-20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റമദാൻ. ഈ കഴിഞ്ഞു പോയ റമദാനിന്റെ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ കണ്ണിലാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ദുആകൾ ഇന്നും ആകാശങ്ങളിലേക്ക് ഉയരുകയാണ്. പക്ഷെ അതെത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു 4 വയസ്സായോ 5 വയസ്സായോ എത്ര പെട്ടെന്നോ എന്ന് ചോദിച്ചവരല്ലേ നമ്മൾ. പലരും കാണുമ്പോൾ അവരൊക്കെ എത്ര പെട്ടെന്ന് വലുതായി. അതൊരു യാഥാർത്ഥ്യമല്ലേ? തഖാറുബുസ്സമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചിട്ട് വിശ്വാസികൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യസമയം കടന്നു വരികയില്ല, അന്ത്യസമയം കടന്നു വരികയില്ല. ഹത്താ യുഖ്ബലൽ ഇൽം, അറിവുകൾ ഉയർത്തപ്പെടാതെ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ മരണമാണ് അറിവുകൾ ഉയർത്തപ്പെടുക എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, വതക്സുറ സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കാതെ, വയതഖാറബുസ്സമാൻ, കാലങ്ങൾ പരസ്പരം അടുത്തു വരാതെ, വതളഹറൽ ഫിതൻ, പരീക്ഷണങ്ങൾ പ്രകടമാകാതെ, വയക്സുറൽ ഹർജ്, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ വർദ്ധിക്കാതെ, വഫീകുമുൽ മാലു ഫയഫീർ, നിങ്ങളിൽ സമ്പത്ത് ഇങ്ങനെ പരന്നൊഴുകുമെന്നും റസൂലുള്ളാഹി പറഞ്ഞു. അന്ത്യസമയത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ത്? യതഖാറബു അസ്സമാൻ, കാലങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. ഒരു റമദാൻ കഴിഞ്ഞ അടുത്ത റമദാൻ, ഒരു ശഅബാൻ കഴിഞ്ഞ അടുത്ത ശഅബാൻ, ഇങ്ങനെ കടന്നു വരുന്നു. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. മനുഷ്യർക്ക് അത്ഭുതം തോന്നുന്ന വേഗതയാണ് കാലങ്ങൾക്കുള്ളത്. ഇതിനെ 2 രീതിയിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. കാലം കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ്? ഒന്ന് ഹിസ്സിയായും ഒന്ന് മഅനവിയായും. അഥവാ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതും രീതിയിൽ അല്ലേ? പെട്ടെന്ന് അവിടെ 2 വിശദീകരണം മാത്രം മതി. ആ രണ്ട് പണ്ഡിതന്മാരുടെ വിശദീകരണം മാത്രം മതി ഈ 2 അഭിപ്രായങ്ങളെ മനസ്സിലാക്കുക. ഒന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചതാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പെട്ടെന്ന് കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്നാണ്. ബർക്കത്തില്ല. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ എന്തുണ്ടാവില്ല? ബർക്കത്ത് കുറയുന്നുവെന്നാണ്. നമുക്ക് 1 മണിക്കൂർ പോലെ അത് ഫീൽ ചെയ്യും. കാരണം ഒരു ദിവസം ഉണ്ടായിട്ട് 1 മണിക്കൂർ പോലെ ഫീൽ ചെയ്യുന്ന 1 മണിക്കൂറിൻ്റെ അമൽ ചെയ്യാനേ സാധിക്കുന്നുള്ളൂ. പണ്ട് കാലത്തുള്ള ആളുകളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 34 വർഷം ജീവിച്ചതെന്നാണ്. പക്ഷെ അവരൊക്കെ ചെയ്ത അമൽ, ഇപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒക്കെ ജീവിതം പഠിക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ കാലങ്ങളോളം അവർ ദുനിയാവിൽ ജീവിച്ച പോലെ തോന്നിപ്പോകും. ഇമാം സുയൂത്തിനെ സംബന്ധിച്ച് അഗ്രഗണ്യനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്ന് അറിയില്ല, അല്ല ഇമാം ദഹബി അല്ല, ഇമാം സുയൂത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ച ആളാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിലും ഭാഷയിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും തഫ്സീറിലും ഒക്കെ ഗ്രന്ഥങ്ങളുള്ള മഹാപണ്ഡിതനാണ്. എന്നിട്ട് സുയൂത്തിന്റെ ഗ്രന്ഥങ്ങളുടെ എണ്ണം അങ്ങനെ എടുത്തപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു മൂപ്പര് പണം കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു. കാരണം അതിൻ്റെ ആധിക്യം കണ്ടിട്ട്. ചില പണ്ഡിതന്മാർ പറയണേ ഒരു ദിവസം മൂപ്പര് ആയുസും ഇതൊക്കെ വെച്ച് കണക്കിട്ട് ഒരു ദിവസം മൂപ്പര് ചുരുങ്ങിയതൊരു 25 പേജെങ്കിലും എഴുതിയാലേ എന്താവുള്ളൂ ഈ കണ്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ്. 25 ദിവസം അതായത് ജനിച്ച അന്ന് മുതൽ മരണപ്പെട്ട ദിവസങ്ങളുടെ കണക്ക് വെച്ചിട്ട് പറയാൻ 25 പേജെങ്കിലും ചുരുങ്ങിയത് അദ്ദേഹം എഴുതണമായിരുന്നു എന്നാണ്. പോട്ടെ, ഈ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരിയുടെ തന്നെ സ്വഹീഹ് ബുഖാരി മാത്രമല്ല വേറെ എത്ര ഗ്രന്ഥങ്ങളുണ്ട് ഹദീസിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ലോകത്ത് കഴിഞ്ഞു പോയ മഹാസച്ചരിതരായ പണ്ഡിതന്മാരെ മുഴുവൻ പരിശോധിക്കാം, സഹാബത്തിന്റെ ജീവിതം വരെ നമുക്ക് പരിശോധിക്കാം. അവരുടെ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ബർക്കത്തിനെ സംബന്ധിച്ചാണ് അത്രേ യതഖാറബുസ്സമാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് ഇമാം നവവി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ചിലപ്പോൾ ഒരാഴ്ച നമ്മൾ ചെയ്ത ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു ദിവസത്തിനുള്ള പണി എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, നടന്നിട്ടുണ്ടാവുള്ളൂ. കാരണം അത്രക്കും ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു മഅനവിയായ രീതിയിൽ അതിനെ വിശദീകരിച്ചത് ഇമാം നവവി. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു സംഭവം ഇതാണ്. യതഖാറബുസ്സമാൻ, കാലങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് ചില നാടുകൾ മറ്റൊരു നാടിനോട് ചേർന്ന് വരുന്നു. എത്ര അല്ലെ നാടുകൾ ചേർന്ന് വരാന്ന് പറഞ്ഞാൽ ഒക്കെ അടുത്തടുത്ത് ബിൽഡിങ്ങുകൾ ഇങ്ങനെ കയറി വരാൻ. അടുത്തടുത്ത് ബിൽഡിങ്ങുകൾ കയറി മാത്രമല്ല വാഹന സൗകര്യങ്ങൾ വർദ്ധിക്കാൻ. പണ്ട് 100 മണിക്കൂർ കൊണ്ട് എത്തിയിരുന്ന ഇടം ഇന്ന് 10 മണിക്കൂറുകൾ കൊണ്ട് മനുഷ്യൻ അവിടെ എത്തിച്ചേരുന്നു. അതല്ലെങ്കിൽ വലിയ വലിയ വിദൂരതകൾ മാസങ്ങൾ കൊണ്ട് അവൻ താണ്ടിയത് ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് അവൻ താണ്ടുന്നു. കാണേണ്ടവർ കുറേ കാലം പിടിച്ച് കണ്ടിരുന്ന ആളുകൾ എന്നിപ്പോൾ അങ്ങനെ അവൻ എത്ര പെട്ടെന്ന് അവൻ്റെ കൺമുന്നിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെകളൊക്കെ വളർച്ച ഈ കാര്യങ്ങളൊക്കെ ഇതിനെങ്ങനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ
മനുഷ്യൻ അറിയുന്ന അത്ഭുതങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രേഖപ്പെടുത്തുന്നത്. യതഖാറബു സമാൻ, നമ്മൾ അറിയില്ലേ പണ്ടൊക്കെ ഒരാളടുത്ത് ഒരു വിവരം കൈമാറണമെങ്കിൽ എത്ര ഇറങ്ങാറാൻ. പണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പണ്ട് എന്ന് പറഞ്ഞാൽ അറബികളുടെ ഇപ്പോൾ ഈ നാട്ടിലുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു മരുഭൂമിയിൽ ഒരു മൂലയിൽ ഒരു കുടുംബം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിൻ്റെ ഒരു അറ്റത്തേക്കാരം അടുത്ത കുടുംബം ഉണ്ടാവുക. ഇവർ വിവരങ്ങൾ കൈമാറിയിരുന്നത്, ഇൻഫർമേഷൻ കൈമാറിയിരുന്നത് എങ്ങനെയായിരുന്നു? ഇവിടുന്ന് ഒരാളാണ്ട് പോകുമ്പോൾ എന്തെയും പറഞ്ഞു കൊടുക്കും, അവിടെ എൻ്റെ വിവരം അറിയിക്കണം കേട്ടോ. അപ്പോൾ അയാളും വരുന്നതും കാത്ത ആ വിവരം അങ്ങനെ അറിയിക്കലാണ്. പിന്നെ അത് മാറി കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയി അല്ലേ. എന്തായും ഈ സാജിലിൻ്റെ തുകലിനടി, എന്താ സാജിലിൻ്റെ തുകലിനടി എന്താണ്? സാജിൽ നമുക്കറിയാം, ഇവിടുത്തെ മറ്റേ കമ്പനിയല്ലേ, കൊറിയർ സർവീസ് അല്ലേ. എന്താ സാജിൽ? അതിൻ്റെ ചിഹ്നം കണ്ടിരുന്നു നിങ്ങൾ? ഒരു പ്രാവിൻ്റെ ചിത്രം കാണാം അല്ലേ. പരുന്തല്ലേ, പ്രാവാണ്. ആ, ഒരു പ്രാവിൻ്റെ ചിത്രം, ഒരു പറവയാണ്. അത് പണ്ട് കത്തയച്ചത് അങ്ങനെയല്ലേ, അതിൻ്റെ ചിറകിൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ കൺസെപ്റ്റ് ഭയങ്കര രസമാണ്. അതാണ് സാജിൽ എന്ന പേരിൽ കൊറിയർ സർവീസിന് അവരെന്ത് ചെയ്തത്, പേരിട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോണതും നമ്മുടെ അമലുകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ്. നമ്മൾ അമലുകളിൽ ആകാശത്തേക്ക് എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു. പക്ഷേ പഴയ പോലല്ല ഇന്നത്തെ കാലം എന്നുള്ളതും കൂടിയാണ്. നമ്മൾ എത്രമാത്രം കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരാണ്, നമ്മൾ എത്രമാത്രം കാര്യങ്ങളെ കൂടുതൽ ഗൗരവത്തിൽ കണക്കാക്കേണ്ടവരാണ് എന്നതുമായി ബന്ധപ്പെട്ട്. കാരണം പണ്ടുള്ള ആളുകളെ പോലല്ല ഇന്നത്തെ നമ്മുടെ ജീവിതം. പണ്ടുള്ള ആളുകൾക്ക് അവരുടെ സമയങ്ങൾ കുറച്ച് ധാരാളമായി അനുഭവിക്കാനുള്ള കാരണം അവരുടെ അസൗകര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ സൗകര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് പലപ്പോഴും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിക്കേണ്ട വിഷയം. നേരത്തെ സാജിലിനെ പറ്റി പറയാൻ കാരണം പണ്ട് അല്ലേ ആദ്യം ആളുകളിൽ നിന്നായിരുന്നു വിവരങ്ങൾ അറിഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് എന്താക്കി, അതിൽ അപ്ഡേഷൻ വന്നു അല്ലെ, കത്തുകൾ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ അതല്ല ബരീദ് സിസ്റ്റം വന്നു, പോസ്റ്റൽ സംവിധാനങ്ങൾ കടന്നു വന്നു ഒരു ഭരണകൂടക്കാൻ വരുമ്പോൾ. അതും കഴിഞ്ഞില്ല, ഇന്ന് എവിടത്തിൽ നിന്ന് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ ചിരിക്കുന്നതും കരയുന്നതും കളിക്കുന്നതും കിടന്നുറങ്ങുന്നതും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന പാകത്തിൽ നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുക റബ്ബിൻ്റെ സൗകര്യങ്ങൾ, റബ്ബിൻ്റെ നിഅമത്ത്. ആ നിഅമത്തിനെ നന്ദി ചെയ്യണം എന്നുള്ളതാണ്. ആ നിഅമത്തിനെ പഠിച്ച റബ്ബിനെ എത്ര ഇതിങ്ങനെ കൂടുന്തോറും റബ്ബിലേക്ക് അടുക്കേണ്ടവനാണ് വിശ്വാസി എന്ന്. പക്ഷേ നമ്മൾ അകലെയാണ്. ഇത്രയും സൗകര്യങ്ങളും ഇത്രയും സംവിധാനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവൻ നൽകുമ്പോൾ അത് ബർക്കത്ത് വരും. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇത് ബർക്കത്ത് കുറയണമെന്നാണ്. ബർക്കത്ത് വരും. എങ്ങനെ വരിക? നന്ദിയുള്ളവരാകുമ്പോൾ. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. റബ്ബ് പറയുന്നു, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്ദിയുള്ളവരാണോ? സൽപ്രവർത്തികളെ സംബന്ധിച്ചും ദുഷ്പ്രവർത്തികളെ സംബന്ധിച്ചും ബോധമുള്ളവരാണോ? കർമ്മങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്നവരാണോ? അള്ളാഹുവിനെ അനുസരിക്കാനും റബ്ബിൻ്റെ കൽപ്പനകൾ തിരസ്കരിക്കുന്നതിൽ നിന്ന് ക്ഷമ കാണിക്കാനും ക്ഷമിക്കുന്നവരാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധനവ് നൽകുമെന്നാണ്. വഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. റബ്ബ് പറയുന്നു, നന്ദികേടാണോ കാണിക്കുന്നത്, റബ്ബിൻ്റെ ശിക്ഷയാകുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പണ്ഡിതന്മാർ കണ്ടത് ആ രണ്ട് രീതിയിലാണ്. ഒന്ന്, സമയങ്ങളിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്നതായി. അതല്ലെങ്കിൽ സമയങ്ങളിലെ എല്ലാ സൗകര്യങ്ങളും ഇങ്ങോട്ട് കൂടുമ്പോൾ എല്ലാം പെട്ടെന്ന് തീരുന്നത് പോലെ, അഥവാ വർഷങ്ങൾ എടുത്തിരുന്നത് പലപ്പോഴും മാസങ്ങൾ കൊണ്ട് കവറപ്പ് ചെയ്യുന്ന നാളുകൾ, മാസങ്ങൾ കൊണ്ട് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ആഴ്ചകൾ കൊണ്ട് നടപ്പാക്കപ്പെടുന്ന സൗകര്യങ്ങൾ, ആഴ്ചയിൽ ചെയ്തിരുന്ന പലതും ദ്രുതഗതിയിൽ ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാൻ കഴിയുന്ന ആധുനിക സൗകര്യങ്ങൾ. അതാണ് യതഖാറബു സമാൻ എന്ന് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയും ഇമാം നവവി മറ്റു രൂപത്തിലും വിശദീകരിച്ച. രണ്ടും വൈരുദ്ധ്യമല്ല, നബിയുടെ വാക്കുകളുടെ ആഴവും പരപ്പുമാണ് വിശ്വാസികൾ എന്ത് ചെയ്യുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു കാര്യവും ഈ അന്ത്യസമയവും കടന്നു വരുന്ന ഈ വേഗതയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞതും ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ലാ തഖൂമുസ്സാഅതു ഹത്താ യതഖാറബസ്സമാനു. കാലം ഇങ്ങനെ ചേർന്നു നിൽക്കാതെ അടുത്തടുത്തു വരാതെ അന്ത്യസമയം സംഭവിക്കുകയില്ല. ഫതകൂനു അസ്സനതു കശ്ശഹർ. ല്ലേ, ഒരു വർഷം ഒരു മാസം പോലെ കടന്നു പോകും. വയകൂനു ശഹ്റു കൽ ജുമുഅ. ഒരു മാസം ഒരു ജുമുഅ പോലെ, ഒരാഴ്ച പോലെ കടന്നു പോകുമെന്നാണ്. വതകൂനുൽ ജുമുഅതു കൽ യൗം. ഒരു ജുമുഅ ഒരു ദിവസം പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ കടന്നു പോകുമെന്നാണ്. വയകൂനുൽ യൗമു കസ്സാഅ. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ കടന്നു പോകുമെന്ന്, ഒരു നിമിഷം പോലെ കടന്നു പോകുമെന്നാണ് റസൂൽ പറഞ്ഞു. വതകൂനു സ്സാഅ. ഈ സമയം എന്ന് പറയുന്നത്, സാഅത്ത് എന്ന് പറയുന്നത്, ആ മണിക്കൂർ അല്ലെങ്കിൽ നിമിഷങ്ങൾ എന്ന് പറയുന്നത്, നിമിഷാർദ്ധങ്ങൾ എന്ന് പറയുന്നത് കഹ്തിറാഖി അസ്സഅഫ. സഅഫത്ത് ഇങ്ങനെ കരിഞ്ഞുണങ്ങുന്നത് പോലെ. എന്താ സഅഫ? അൽ ഖൂസ ബിൻ ജരീദിൻ നഖൽ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അഥവാ മുഹദ്ദിഥീങ്ങൾ അതിനെ വിശദീകരിക്കാൻ നബിയുടെ സഅഫ എന്ന വാക്കിനെ ഈത്തപ്പനയിലെ പട്ടയിൽ നിന്നെടുക്കുന്ന, അതിൻ്റെ അടുത്തടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ഓരോരോ ഇലകളില്ലേ,
അതിനാണ് അസ്സാഫത്ത് എന്നാണ്. അതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അത് കത്തിപ്പടരുന്നത്, അത്ര വേഗതയിൽ ദിവസങ്ങൾ സമയങ്ങൾ കടന്നു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിശദീകരിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ എത്ര ശ്രദ്ധാപൂർവം നമ്മുടെ ദിവസങ്ങളെ ഞാൻ നിങ്ങളും കണക്കാക്കണം. പ്രത്യേകിച്ച് ശഅബാൻ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൂടുതൽ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ്. വർഷത്തിലൊരിക്കൽ എല്ലാം ഇപ്പം ആദ്യമുള്ള ഡെയിലി അസസ്മെൻ്റ് അവിടെ നടക്കുന്നുണ്ട്, വീക്കിലി റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ. ഇനി ഇതെല്ലാം കൂടി ലാസ്റ്റ് ഒരു പോക്ക് പോകാണ്ട്, അതെപ്പോഴാ മരണപ്പെടുമ്പോൾ അല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരമായി അള്ളാഹു തന്ന ഈ ഒരു ആയുഷിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ റൂഹിനെയും കൊണ്ടുപോകുന്ന മലക്കുകൾ നമ്മൾ എഴുതി വെച്ച് നമ്മളെ രേഖപ്പെടുത്തപ്പെട്ട ഏടിനെയും കൊണ്ടാണ് കടന്നു പോകുന്നതെന്നാണ്. എന്നിട്ട് റബ്ബിൻ്റെ മുമ്പിൽ അത് തുറന്നു വെക്കുന്ന ദിവസത്തെയാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ച ആയത്തുകളിൽ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അന്നേരം പറയും, റബ്ബേ എത്ര ചെറുതും ഇത്ര വലുതൊക്കെ ഇതിൽ രേഖപ്പെടുത്തേ. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ. അന്നേരം മുജ്രിമീങ്ങൾക്ക് തോന്നും, ഈ രേഖകൾ ഇങ്ങനെ വെക്കപ്പെടുന്ന സമയത്ത് അവർ പറയും അല്ലേ, യാ വൈലതാ മാ ലിഹാദൽ കിതാബ്, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, ഇതെന്ത് കിതാബാ, ഇതെന്ത് ഗ്രന്ഥമാണ്. ആരുമില്ല, നമ്മൾ തന്നെ നമ്മൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെയാണ് ആ മനുഷ്യൻ അന്നേരം കുറ്റപ്പെടുന്നില്ല. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ സംസാരത്തിന്റെ തുടക്കത്തിൽ, അതിൽ കുറ്റങ്ങളെ കണ്ടവനാരോ, നന്മയല്ലാത്തതിനെ കണ്ടവനാരോ അവനെ കുറ്റപ്പെടുത്തട്ടെ. കുറ്റപ്പെടുത്തുന്ന മുജ്രിമ് കുറ്റപ്പെടുത്തും, യാ വൈലതാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം രേഖപ്പെടുത്തിയല്ലോ, എത്ര ചെറുതും എത്ര വലുതും ഒക്കെ രേഖപ്പെടുത്തിയോ റബ്ബേ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളെ കൂടുതൽ ഇതുവരെ വന്ന തിന്മകളിൽ നിന്ന് റബ്ബിലേക്ക് പശ്ചാത്തപിക്കാനും മഗ്ഫിറത്തിനെ ചോദിക്കാനും ഇനിയുള്ള നിമിഷങ്ങളെ നന്മ നിർഭരമാക്കാനും ഈ സംസാരം എന്നെയും നിങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ. ശഅബാനിൽ ഈ വർഷത്തിലെ ഈ കഴിഞ്ഞ വർഷത്തിലെ കണക്കെടുപ്പാണ് നടക്കാൻ പോണത്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവട്ടെ. വരാനിരിക്കുന്ന ഒരു പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുവാനുള്ള ഏറ്റവും നല്ല മനസാന്നിധ്യത്തെ നമുക്ക് കൈവരിക്കാനാവട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാണിച്ചു തരികയും നമ്മളിൽ നിന്ന് വന്ന ദുഷ്പ്രവർത്തനങ്ങളെ റബ്ബ് മൂടി വെക്കുകയും ചെയ്യട്ടെ. റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് അല്ലേ. റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതുണ്ട്, കണ്ടാൽ മനസ്സിലാവുന്നതുണ്ട്, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ചിലതുണ്ട് എങ്ങനെ കാണാത്തത്. റബ്ബിന്റെ നിഅമത്തിനെ സംബന്ധിച്ച് റബ്ബ് സംസാരിക്കുന്നതും അതാണ്. നിഅമത്ത് നിഅമഹു ളാഹിറതൻ വബാത്തിന, രഹസ്യമായതും പരോക്ഷമായതും അതുപോലെ തന്നെ പ്രത്യക്ഷമായതും രഹസ്യമായതുമായ രീതിയിൽ കാണാത്തതുമായ നിഅമകൾ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. റബ്ബ് അതിനെ കൊണ്ട് നിങ്ങളെ മൂടിയെന്നാണ്. ളാഹിറത്തായത് കണ്ട നമുക്ക് അനുഭവിച്ചറിയുന്നത്, കാണാത്തതുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്, നമ്മുടെ തിന്മകളെ റബ്ബ് എന്ത് ചെയ്യുന്നു, മൂടി വെക്കുന്നു എന്ന്. അതാണ് അള്ളാഹു സിത്തീറാൻ. അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും മറക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. മനുഷ്യന്മാർ മറക്കൂലേ, അഹ്സാഹുല്ലാഹു വനസു. നമ്മൾ ഓതിയ ആയത്തിൽ നിന്ന് വന്നു, അള്ളാഹ് രേഖപ്പെടുത്തും. മനുഷ്യന്മാർ മറന്നുപോയിണ്ടാവും, പക്ഷെ നമ്മൾ മറന്നതൊന്നും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. അള്ളാഹ് രേഖ. പക്ഷെ അള്ളാഹു മറക്കാൻ വിചാരിച്ച അള്ളാഹ് എന്ത് ചെയ്യും, അതിനെ മറന്നു കളയും. അത് റബ്ബിന്റെ കുറവല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് ഒരു കുറവില്ല. പക്ഷേ അവൻ്റെ അടിമകളോടുള്ള റബ്ബിന്റെ റഹ്മത്താൻ. റബ്ബതിനെ മറക്കും, റബ്ബതിനെ മറച്ചു വെക്കും, റബ്ബതിനെ മൂടി വെക്കും, റബ്ബതിനെ മായ്ച്ചു കളയുമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചുവെങ്കിൽ അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ അമലുകൾ, നമ്മൾ നോമ്പുകാരായിരിക്കെ റബ്ബിനെ അനുസരിക്കുന്നവരായിരിക്കെ ഉയർത്തപ്പെടുന്ന ഒരവസ്ഥ, ആ ഒരു സാഹചര്യം റബ്ബ് നമുക്ക് നൽകട്ടെ അല്ലേ. ഇനി നോമ്പുകാരല്ലെങ്കിൽ നല്ലൊരവസ്ഥയിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടട്ടെ. ഏറ്റവും നല്ല ഈമാനോടുകൂടി നിൽക്കുന്ന അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് ഈ വാക്കുകളെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ, അറിവ് നൽകട്ടെ. അതിനുള്ള ശ്രദ്ധയും അതിനുള്ള ഗൗരവവും അള്ളാഹു നമ്മുടെ മനസ്സുകളിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, നീ ഞങ്ങളുടെ തിന്മകളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹു, നീ അവ മൂടി വെക്കണേ. അള്ളാഹു, നീ അത് മറച്ചു വെക്കണേ. നിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സൽപ്രവർത്തികൾക്കും ആ ഒരു പ്രതിഫലം പറ്റുന്ന ഉത്കൃഷ്ടരിൽ റബ്ബേ നീ ഞങ്ങളെ ചേർക്കണേ. അള്ളാഹു, നാളെ പരലോകത്ത് ഒരിക്കലും ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തരേ.
അള്ളാഹു ആ ഒരു കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളുടെ കുടുംബക്കാരെ ഉൾപ്പെടുത്തരുതേ. അള്ളാഹുവെ ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും നിന്റെ റഹ്മത്ത് കടാക്ഷിക്കുന്ന, നിന്റെ റഹ്മത്തിനെ കൊണ്ട് സ്വർഗം ലഭിക്കുന്ന ഉന്നതരിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ وتوفنا مع الأبرار. ربنا يا مقلب القلوب ثبت قلوبنا على دينك. ربنا يا مقلب القلوب ثبت قلوبنا على طاعتك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. السلام عليكم ورحمة الله.